ഹായ്, ഞങ്ങളുടെ വെള്ളപ്പൊക്ക വിശേഷം പറയാവേ. ഞങ്ങളുടെ വെള്ളപ്പൊക്ക വിശേഷം ആദ്യമായിട്ടാണ് ഇത്രയും അടുത്ത് ഞങ്ങൾ വെള്ളപ്പൊക്കം കണ്ടു. അത് ആദ്യത്തെ ദിവസം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര പേടിയായിരുന്നു വെള്ളത്തിലിറങ്ങാൻ. അതിങ്ങനെ വെള്ളം കൂടിക്കൂടി വന്നു. അതിൻ്റെ ഇവിടെ ഇട്ടേക്കാമേ, വെള്ളം ഇങ്ങനെ ചെറുതായിട്ട് കൂടിക്കൂടി വന്നു. പിന്നെ അത് ഫുള്ള് വെള്ളമായപ്പം ഭയങ്കര ടെൻഷൻ. അപ്പം ഞങ്ങൾ എല്ലാവരും വിളിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര പേടി, വെള്ളം ഇങ്ങനെ കൂടിക്കൂടി വരുന്ന കാണുമ്പോൾ. അങ്ങനെ എല്ലാവരും പറഞ്ഞു, എന്തും ടെൻഷൻ അടിക്കേണ്ട, ഞങ്ങൾ ഇപ്പുറത്തുണ്ട്, എന്ത് വന്നാലും വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസമായപ്പോൾ കറണ്ടും പോയി, വെള്ളവും കയറി വരുന്നു, എന്ത് ചെയ്യുമെന്നറിയാം. അപ്പം ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ആ ഒരു ടെൻഷനായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, വാ നിങ്ങൾ വെള്ളത്തിലോട്ട് ഇറങ്ങിയതുണ്ട്, അപ്പുറേ സൈഡിലൊക്കെ വന്ന് നോക്ക്, അവിടെയൊക്കെ അവർ. അപ്പം ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. എല്ലാവരും വെള്ളപ്പൊക്കം, അവിടെയൊക്കെ ഓരോ നാശനഷ്ടങ്ങളൊക്കെ നമ്മളിങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെയൊക്കെയാണോ എന്നോർത്തു. അങ്ങനെ മോൻകുട്ടനാണെ വെള്ളത്തിലോട്ട് ഇറങ്ങത്തില്ല, അട്ടയുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു, ഒന്നുമില്ല, ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ വരെ നടന്നു വന്നില്ല, അട്ടയൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും പേടിച്ച് ഇറങ്ങാതിരുന്നപ്പോൾ അവർ നിർബന്ധിച്ചെന്നാൽ അവിടെ വരെ വന്ന് നോക്കി, എന്നിട്ട് തിരിച്ച് പോരാന്നാണ്. പകുതിക്കായപ്പോൾ വെള്ളം ഇവിടെ വരെ ആയി. അയ്യോ ദൈവമേ, ഞങ്ങൾക്ക് പേടി. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് റോഡിലോട്ട്, നമ്മുടെ ഇപ്പുറത്തെ റോഡിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ കണ്ട കാഴ്ച ദൈവമേ. അപ്പം അവർ പറഞ്ഞു, ഇങ്ങനെയാണ് പറഞ്ഞത്, ഓണത്തിന് മുമ്പിലുള്ളൊരു കലാപരിപാടിയാണ് ഇത്, വെള്ളപ്പൊക്കം. നമ്മളത് കൊച്ചിലെ മുതലുള്ളത് കൊണ്ട് നമുക്കത് ടെൻഷനില്ല. നോക്കിയപ്പോൾ പിള്ളേരെല്ലാം ഭയങ്കരം. മോൻകുട്ടൻ അന്നേരമാണ് സമാധാനം. പിന്നെ ഞങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങളവിടെ പോയി. പിന്നെ ഞങ്ങൾ എപ്പോഴും വെള്ളത്തിനകത്ത് തന്നെയായിരുന്നു. നമ്മുടെ മുറ്റത്ത് വെള്ളം, അത് ഒരുപാട് നാശനഷ്ടങ്ങളുള്ളവർക്കൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമുക്കിവിടോട്ട് വീട്ടിനകത്ത് വെള്ളം കയറി കഴിഞ്ഞ് അവർ കഴുകുക, പിന്നെ ഡെറ്റോൾ ഇട്ട് കഴുകുക, അങ്ങനെയൊക്കെയാണ്. നമ്മുടെ വീട്ടിനകത്തോട്ട് വെള്ളം കയറിയില്ല. എന്നാലും ഒരുപാട് നാശനഷ്ടങ്ങളും ആളപായങ്ങളൊക്കെ ഉള്ളവരെയൊക്കെ ഞങ്ങൾ ദൈവമേ ഓർക്കുന്നു. അങ്ങനെയൊന്നും വേണ്ടായിരുന്നു. ഇവിടുത്തെ പോലെ വെള്ളം കയറുക, എൻജോയ് ചെയ്ത്, അത് അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത്രയും ഇത് തോന്നിയില്ല. പക്ഷെ ഞങ്ങൾ ചെന്ന് അനുഭവിച്ചപ്പോഴാണ് കൊച്ചു പിള്ളേർ വരെ വെള്ളത്തിനകത്ത്. പിന്നെ അങ്ങോട്ട് അങ്ങനെയായിരുന്നു. എല്ലാം ഞങ്ങളിവിടെ ഇട്ടേക്കാം. പിന്നെ 2 ദിവസം പിന്നെ വെള്ളം ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ മോൻകുട്ടൻ പറഞ്ഞു, വെള്ളമേ പോകല്ലേ, ഇവിടെ അങ്ങനത്തെ സിറ്റുവേഷൻ അങ്ങനെ വരെ ആയി. അങ്ങനെ എല്ലാവരും നല്ല സഹകരണമായിരുന്നു. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളെ വിളിച്ചന്വേഷിച്ചത് ഒക്കെ ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് ഉണ്ടാക്കിയില്ല. എല്ലാവരും ഒരുപാട് നന്ദി ദൈവത്തോടും. കാരണം ഇത്രയും ഒക്കെ മറ്റിടത്തൊക്കെ ഓരോരോ ഇതുണ്ടായാലും ആറ്റിൻ്റെ തീരത്താണ് ഞങ്ങൾ, മീനച്ചിലാറിൻ്റെ ഒരുപാട് ആഗ്രഹിച്ച് ഉള്ള ഒരു വീടാണ്. അപ്പം ആറ്റ് തീരത്ത് തന്നെ വീട് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ വന്ന വീടാണ്. അപ്പം കിട്ടിയ വീടാണ്. അപ്പം പിന്നെ അങ്ങനെയൊക്കെ ദൈവം ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ ഞങ്ങളെ ഒരു 3 ദിവസം, ഇപ്പോഴും മഴയുണ്ട് പക്ഷെ വെള്ളമൊക്കെ ഇറങ്ങി, 3 ദിവസം. ആദ്യത്തെ ദിവസം ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കൂടെ നിന്ന് എല്ലാവരോടും നന്ദി, ദൈവത്തോടും നന്ദി. അങ്ങനെ ഒരു വെള്ളപ്പൊക്കം ആദ്യമായിട്ട് ഞങ്ങൾ അങ്ങനെ ഓരോരോ പ്രതിസന്ധികൾ വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ധൈര്യത്തോടെ ഓരോന്നോരോന്ന് നേരിട്ട് ഇപ്പം വെള്ളപ്പൊക്കം വരെയായി. അതും ഞങ്ങൾ ഓവർകം ചെയ്തു. ദൈവത്തോട് ഒരുപാട് നന്ദി. അങ്ങനെ ഓക്കെ, ബൈ, താങ്ക് യു, ടാറ്റാ.